അനിയത്തിന്റെ പേരെന്താ? സോന. സോനാരി. ചേത ദേവദാരു പൂത്തകാലം നീ മറന്നുവോ സഖി ദേവത മാർച്ചൂടിക്കണ്ട പൂ മറന്നുവോ. ഹലോ, എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് 2 ബ്രൈഡിൻ്റെ വിശേഷങ്ങളാണ് ഉള്ളത്. 2 ദിവസത്തെയും കൂടിയാണ് കേട്ടോ, ഒറ്റ ദിവസത്തെയല്ല 2 ദിവസത്തെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബ്രൈഡ് സാന്ദ്ര. അപ്പോൾ സാന്ദ്രയുടെ ഐ മേക്കപ്പ് ഒക്കെ നമ്മൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ അനീറ്റിക്ക് ഉണ്ടായിരുന്നു ലൈറ്റായിട്ട്. സാന്ദ്ര മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, ബ്യൂട്ടീഷ്യനാണ് ആൾ. അപ്പം ആൾ കല്യാണം കഴിക്കുമ്പോൾ ആളും മേക്കപ്പ് ആർട്ടിസ്റ്റ് തന്നെയാണ്. നമ്മുടെ ഫേസ് കഴിഞ്ഞു, നമുക്ക് കാണണ്ടേ? എന്തെങ്കിലും ഞാൻ കറക്റ്റ് ചെയ്ത് തരാം കേട്ടോ. ലിപ് ഷെയ്ഡ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കി ബാ. വേറെ ആരോ ഇത് ഞാനല്ല. ഇങ്ങോട്ട് തിരിഞ്ഞ് അങ്ങനെ തിരിഞ്ഞിട്ടൊന്നും കൂടെ പറഞ്ഞേ. നല്ല ഭംഗിയുണ്ട്. ആൾക്ക് കുറച്ച് മേക്ക് ഓവർ വന്നു, അതിൻ്റെയാണ്. അപ്പം നമ്മൾ ഹെയർ ഒക്കെ ചെയ്യുമ്പോഴോ നല്ല വ്യത്യാസം വരും. അപ്പം വേറെയും നമുക്കിനി സാരി അതൊക്കെ മനസ്സിലാവും. നമുക്ക് സാരി ഡ്രേപ്പ് ചെയ്യാം, അത് കഴിഞ്ഞ് നമുക്ക് ഹെയർ ചെയ്യാതിരിക്കാം കേട്ടോ. അങ്ങനെ നിങ്ങളുടെ ഫേസ് മേക്കപ്പ് കഴിഞ്ഞു, ഓർണമെന്റ്സ് ഇട്ടു, സാരി ഡ്രേപ്പിങ്ങും കഴിഞ്ഞു. നമുക്ക് ഹെയർ ചെയ്യാം അല്ലേ? ചെയ്യാം. ഓക്കെ. ആൻറ്റി ഞങ്ങൾക്ക് നല്ല സൂപ്പർ ചായച്ചത് ശരിക്കും നല്ല ഇഷ്ടമായി. ജീരകവും ഏലക്കും അല്ലേ? ജീരകവും ഏലക്കൊക്കെ ഇട്ട് ഞങ്ങൾക്ക് ശരിക്കും ഒരു കഴിഞ്ഞു. അല്ലെങ്കിൽ കൃഷ്ണയുടെ വേണേ ഞങ്ങൾ കുടിക്കാന്നൊക്കെ നല്ല ചായ ആയിരുന്നു കേട്ടോ. ഇവിടെ ഫാൻസാണ് ആൻറ്റിക്ക് ചായക്ക്. നല്ല ലൈറ്റ് ചായ, നല്ല രസമുണ്ടല്ലേ? സിമ്പിൾ സാധനം. അപ്പം ഞങ്ങളിനി ഹെയർ ചെയ്യട്ടെ കേട്ടോ. സമയമില്ല, ഹെയർ ചെയ്യാമല്ലോ നമുക്ക്. ഹോട്ടലിൽ നിന്നിട്ട് ചായയും കാപ്പിയും ചോദിക്കുന്ന പോലെ ചോദിച്ചേ കോമ്പിനേഷൻ ആണോ? അനിത്യാണ് കേട്ടോ, സാൻഡ്രയുടെ അനിത്യ. അനിത്യയുടെ പേരെന്താ? സോന. സോനാരി. ചേത നമ്മുടെ ചുട്ടിയൊക്കെ വെച്ചിരിക്കുന്നുണ്ട്, ഹെയർ സ്റ്റൈൽ ചെയ്യാനുണ്ട്. ചായ മാറിയല്ലേ? 2 കമ്മലാട്ടെ. ഈ കമ്മൽ വീണു, മറ്റേ കമ്മൽ കാണിച്ചേ. അങ്ങനെ ഞങ്ങൾക്ക് കമ്മലിൻ്റെ കാര്യത്തിൽ ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. മിക്കതും നമ്മൾ അപ്പുറത്തെ കമ്മലായിരിക്കും കേട്ടോ. നമുക്കിനി മുടി കെട്ടാം. എപ്പോഴും സെൻറ്റർ എടുക്കാറെന്ന് പറഞ്ഞാൽ അപ്പം പിന്നെ അതിൽ യാതൊരു കൺഫ്യൂഷൻ ഇല്ല. സെൻറ്റർ എടുത്തിട്ട് തന്നെ ചെയ്യാം അല്ലേ? കേട്ടോ അപ്പം മുടി. യെസ്. അങ്ങനെ നമ്മുടെ ഫേസ് മേക്കപ്പ് കഴിഞ്ഞു. പട്ടിയാരികളാട്ടോ രണ്ടാളും. പാട്ട് പഠിക്കുമല്ലോ ഞങ്ങൾ പഠിക്കുന്നു. ചെയ്തമളേ വിഷ്ണ ഞങ്ങൾക്ക് ബാക്കിലൊക്കെ കുറച്ച് ഉണ്ടായിരുന്നു. ഇങ്ങോട്ടേക്ക് നിങ്ങൾ വേർഷം തിരിയിരിക്കുന്നുണ്ട്. പാട്ട് പാടണം കേട്ടോ 2 പേരും. സിംഗിളും പാടണം, ഡബിളായിട്ടും പാടണം. ഓക്കെ. എന്നാലും മോങ്ങാണ്ടേ? മിററിലിരിക്കണം നമുക്ക് ഹെയർ ചെയ്യണമെങ്കിൽ. ചേച്ചി നന്നായി. എന്തിനാ കണ്ണാടിയതാണോ ചങ്ങാതിക്ക് പകരം? നോക്കാം മുഖം. ആ ഫേസ് വെക്കേക്ക്. നേരത്തെ ഇത് തന്നെ കുട്ടിയുടെ ചേച്ചി പറഞ്ഞത്. ഇങ്ങനെയൊക്കെ പക്ഷെ സുന്ദരിയില്ലേ? നല്ല ഭംഗിയില്ലേ കാണാൻ? പാവണ്ടടി. കടിക്കട്ടെ നോക്കി. അയ്യോ നമ്മൾ പാട്ട് പാടിയില്ല. ദേവദാരു പൂത്തകാലം നീ മറന്നുവോ സഖി ദേവത മാർച്ചൂടിക്കണ്ട പൂ മറന്നുവോ. ദേവദൂതുമായി വന്നോരെന്റെ സ്വപ്നമേ, ദേവലോകമെന്നെനിക്കു നഷ്ട സ്വർഗമോ. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ. ഓർമ്മകളെ നിന്നെ ഓർത്തു കരയുന്നു ഞാൻ. ഇന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ, ഒഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ.
ജിഷ്ണുക്ക് കൈ ഒഴിവില്ലാതെ തിരിഞ്ഞേ മുടി കാണിച്ചെടുത്തേ ഇങ്ങോട്ട് തിരിഞ്ഞേ ഇഷ്ടായില്ലേ സുന്ദരിയില്ലേ നാളായിട്ട് പാടില്ല. അങ്ങനെ നമ്മുടെ ബ്രൈഡും സിസ്റ്ററും ഹാപ്പിയാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ബ്രൈഡിന്റെ വിശേഷങ്ങൾ കാണാം. ഒന്നില്ലേ അവളല്ലെങ്കിലും ക്യാമറ ഓൺ ചെയ്ത് അവൾ മിണ്ടൂല്ല. ഇത് നമ്മുടെ ഇന്നത്തെ ബ്രൈഡ് കേട്ടോ. നമ്മൾ തുടങ്ങട്ടെ. നമുക്ക് ശ്വേത തേപ്പോട് തേപ്പ്. ആ ചൂടുണ്ട്. ഇപ്പം മൊത്തത്തിലേ ചൂടല്ലേ. ഇവിടെ ഞങ്ങൾ ഐ മേക്കപ്പ് കഴിഞ്ഞ് ഞങ്ങൾ മൂക്കുത്തി ഊരിക്കൊണ്ടിരിക്കുകയാണ് ചേഞ്ച് ചെയ്യാനായിട്ട്. ഫൗണ്ടേഷൻ ഇട്ട് തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഊരണം കിട്ടിയാ കണ്ടിട്ടില്ല കേട്ടോ. നമ്മുടെ ഭയങ്കര വിശ്വാസമാണ്. ഈ മസാല കാണിച്ചു കൊടുക്കാൻ ഓൾറെഡി ക്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഫേസ് മാത്രം കഴിയുമ്പോൾ എന്തായാലും നമുക്കൊരു മേക്ക് ഓവർ ഉണ്ടാവും. കുറച്ച് ഹെവി ആയിട്ട് തോന്നും. പക്ഷെ ആളുടെ സെയിം സ്കിൻ ഷെയ്ഡ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അത് കാണിച്ചു കൊടുത്തിട്ട് റിയാക്ഷൻ ചെയ്തിട്ട് നോക്കാം. ഇനി നമുക്ക് ബാക്കി ഹെയറും സാരിയൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി സെറ്റിലാവുന്നത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. സരിക നോക്കിയേ, നമ്മുടെ ഫേസ് മേക്കപ്പ് കഴിഞ്ഞു, സാരി ഡ്രേപ്പിങ് കഴിഞ്ഞു. ശ്വേത ഓർണമെന്റ്സ് ഇടിക്കാൻ വന്നിട്ടുണ്ട്. വളകൾ കുപ്പി വള പാടണ്ട. കോപ്പിറൈറ്റ് കിട്ടുമല്ലോ ശ്വേത പഠിക്കുന്ന. എന്തായാലും കോപ്പിറൈറ്റ് കിട്ടും. ഇത്ര ഇപ്പം എല്ലാവരും ഇത് വെക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഗ്രീൻ. പക്ഷെ ഇത് വ്യത്യാസമുണ്ട്. നമുക്കിനി ഹെയർ സ്റ്റൈലും കൂടി ഉണ്ട് കേട്ടോ ബാക്കി. അപ്പം നമുക്ക് മാലയ്ക്ക് ഇടാം അല്ലേ. ഞങ്ങൾക്ക് നമ്മുടെ സരികയുടെ അമ്മയുടെ സാരിയും കൂടി ഉണ്ട് ഉടുപ്പിക്കാനായിട്ട്. എന്താ ഇവരുടെ ബാക്കിൽ ജാതി നല്ല അടിപൊളി ജാതി വ്യൂ എന്നൊക്കെ നല്ല വ്യൂ ഉണ്ട്. കാണിച്ചു തരാം. ഇപ്പം ഞങ്ങൾ ജാതി വ്യൂ ആണ്. ഞങ്ങൾ ആദ്യം വിചാരിച്ച ഗ്രൗണ്ടാണ് ശ്വേത. അപ്പം ഞങ്ങൾ നല്ലടി പാടാന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അതല്ലായിരുന്നു. ഈ ചൂട്ടത്താ ആരെങ്കിലും ജീൻസ് ഇട്ടിട്ട് വ്യൂ കാണിച്ചു തരാം കഴിഞ്ഞിട്ട്. ശ്വേത തേക്കട്ടെ. പിന്നെ അതുപോലെ ഗാച്ചി ഇവിടെ നല്ല പണിയില്ല. ഓ ഗച്ച്മോൾ കൃമ്പുന്നു. ശരി ഞങ്ങൾ നോക്കി. ഇത് ഞങ്ങളുടെ ഫ്രണ്ട് ലക്ഷ്മി പാർവതിയുടെ ഒരു ചായ ഉണ്ട് കേട്ടോ. അപ്പോൾ അവളത് ചെയ്യട്ടെ. മറ്റേ ബാക്ക് വ്യൂ കാണിച്ചു തരാം. ഹാപ്പി ആയില്ലേ? ഇഷ്ടപ്പെട്ടില്ലേ ആന്റി? പറഞ്ഞ ഇഷ്ടമായില്ലേ ആന്റി? ഭംഗിയിലാണ്. ഇത് ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഷോക്കായിപ്പോയി. സന്തോഷമാവുകയും ചെയ്തു. അപ്പോൾ എനിക്കും ശ്വേതയ്ക്കും ഇതുപോലെ ദക്ഷിണയൊക്കെ തന്നിട്ടാണ് കേട്ടോ സരിക കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഒരുപാട് സന്തോഷമായി. സരികയാണെങ്കിലും സരികയുടെ അമ്മയാണെങ്കിലും നമ്മുടെ മേക്കപ്പിലും അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞു. ഇഷ്ടപ്പെട്ടില്ലേ? അതിൻ്റെയാണ്. ആന്റി ഹാപ്പി ആയില്ലേ? ചേച്ചി ഇഷ്ടമായില്ലേ? പ്രശ്നമില്ല. അപ്പൊ എന്തായാലും ഫോട്ടോഗ്രാഫേഴ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ശരി. അങ്ങനെ സരികയുടെ മേക്കപ്പും കാര്യങ്ങളും കഴിഞ്ഞ് സരിക ഫോട്ടോഷൂട്ടിന് പോയി. അപ്പോൾ അവിടെ ആ വീടിൻ്റെ മേലെ നിന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് കണ്ടത്. നിറച്ചും വെള്ളമാണ്, ചെണ്ടിയൊക്കെ കിടന്നിട്ട്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ചേച്ചി ഇങ്ങനെ പറഞ്ഞു തരണം അതിലെ വഴിയാണെന്നൊക്കെ. അപ്പോൾ അത് അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ വന്നത്.